USS മലയാളം BT. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ദിവസവും 4 മണിക്ക് ശേഷം ഇത്തരം സ്കോളർഷിപ്പ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. USS മലയാളം ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ ATD ആണ്, ഇത് BT ആണ്. മലയാളം 2 പേപ്പറുകളായിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. ഒന്നാമത്തെ ചോദ്യം. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, നടുനിവർക്കാൻ ഒരു കുളിർനിഴൽ നടുന്നു. പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, നടുനിവർക്കാൻ ഒരു കുളിർനിഴൽ നടുന്നു. പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? ഓപ്ഷൻ എ ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ഓപ്ഷൻ ബി സച്ചിദാനന്ദൻ, ഓപ്ഷൻ സി ONV കുറുപ്പ്, ഓപ്ഷൻ ഡി കടമ്മനിട്ട. ഉത്തരം ഓപ്ഷൻ സി ONV കുറുപ്പ്. രണ്ടാമത്തെ ചോദ്യം. നിരീശ്വരൻ എന്ന നോവലിലൂടെ വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ. നിരീശ്വരൻ എന്ന നോവലിലൂടെ വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ. ഓപ്ഷൻ എ VJ ജെയിംസ്, ഓപ്ഷൻ ബി TD രാമകൃഷ്ണൻ, ഓപ്ഷൻ സി UK കുമാരൻ, ഓപ്ഷൻ ഡി C രാധാകൃഷ്ണൻ. ഉത്തരം ഓപ്ഷൻ എ VJ ജെയിംസ്. മൂന്നാമത്തെ ചോദ്യം. തെറ്റായ വാക്യം ഏതാണ്? തെറ്റായ വാക്യം ഏതാണ്? ഓപ്ഷൻ എ അയാൾ മരിക്കാൻ കാരണം പ്രായാധിക്യമാണ്, ഓപ്ഷൻ ബി പ്രായാധിക്യമാണ് അയാളുടെ മരണത്തിനുള്ള കാരണം, ഓപ്ഷൻ സി പ്രായാധിക്യം കൊണ്ടാണ് അയാൾ മരിച്ചത്, ഓപ്ഷൻ ഡി അയാൾ മരിക്കാൻ കാരണം പ്രായാധിക്യം കൊണ്ടാണ്. ഉത്തരം ഓപ്ഷൻ ഡി അയാൾ മരിക്കാൻ കാരണം പ്രായാധിക്യം കൊണ്ടാണ്. നാലാമത്തെ ചോദ്യം. രാജസേവകൻ എന്ന പദം വിഗ്രഹിച്ചാൽ. രാജസേവകൻ എന്ന പദം വിഗ്രഹിച്ചാൽ. ഓപ്ഷൻ എ രാജാവിൻ്റെ സേവകൻ, ഓപ്ഷൻ ബി രാജാവും സേവകനും, ഓപ്ഷൻ സി രാജ്യത്തിൻ്റെ സേവകൻ, ഓപ്ഷൻ ഡി രാജ്യത്തെ സേവിക്കുന്നവൻ. ഉത്തരം ഓപ്ഷൻ എ രാജാവിൻ്റെ സേവകൻ. അഞ്ചാമത്തെ ചോദ്യം. ലോക പുസ്തക ദിനം എന്നാണ്? ലോക പുസ്തക ദിനം എന്നാണ്? ഓപ്ഷൻ എ ഏപ്രിൽ 19, ഓപ്ഷൻ ബി മാർച്ച് 21, ഓപ്ഷൻ സി ഏപ്രിൽ 21, ഓപ്ഷൻ ഡി ഏപ്രിൽ 23. ഉത്തരം ഓപ്ഷൻ ഡി ഏപ്രിൽ 23. ആറാമത്തെ ചോദ്യം. അക്ഷരമാല ക്രമത്തിൽ എഴുതുക. അക്ഷരമാല ക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ എ അജയം, അനീതി, അപരിമിതം, അവിഹിതം, അയത്നം. ഓപ്ഷൻ ബി അജയം, അനീതി, അപരിമിതം, അയത്നം, അവിഹിതം. ഓപ്ഷൻ സി അജയം, അപരിമിതം, അനീതി, അയത്നം, അവിഹിതം. ഓപ്ഷൻ ഡി അജയം, അനീതി, അവിഹിതം, അപരിമിതം, അയത്നം. ഉത്തരം ഓപ്ഷൻ ബി അജയം, അനീതി, അപരിമിതം, അയത്നം, അവിഹിതം. ഏഴാമത്തെ ചോദ്യം. ശീതളം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ശീതളം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ എ അശീതളം, ഓപ്ഷൻ ബി നിശീതളം, ഓപ്ഷൻ സി ദുശീതളം, ഓപ്ഷൻ ഡി ഊഷ്മളം. ഉത്തരം ഓപ്ഷൻ ഡി ഊഷ്മളം. എട്ടാമത്തെ ചോദ്യം. ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്നറിയപ്പെടുന്ന കവി. ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്നറിയപ്പെടുന്ന കവി. ഉത്തരം എ ഓപ്ഷൻ എ കുമാരനാശൻ, ഓപ്ഷൻ ബി വള്ളത്തോൾ, ഓപ്ഷൻ സി ഉള്ളൂർ, ഓപ്ഷൻ ഡി കുഞ്ചൻ നമ്പ്യാർ. ഉത്തരം ഓപ്ഷൻ സി ഉള്ളൂർ. ഒമ്പതാമത്തെ ചോദ്യം. കുട്ടിയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. അടിവരയിട്ട പദം തിരിച്ചെഴുതുക. കുട്ടിയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. അടിവരയിട്ട പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ എ സന്തോഷം പ്ലസ് ഉണ്ടായിരുന്നു, ഓപ്ഷൻ ബി സന്തോഷം പ്ലസ് ഉണ്ടായിരുന്നു, ഓപ്ഷൻ സി സന്തോഷ പ്ലസ് ഉണ്ടായിരുന്നു, ഓപ്ഷൻ ഡി സന്തോഷം പ്ലസ് ഉണ്ട് പ്ലസ് ആയിരുന്നു. ഉത്തരം ഓപ്ഷൻ എ സന്തോഷം പ്ലസ് ഉണ്ടായിരുന്നു. പത്താമത്തെ ചോദ്യം. ഒരേ അർത്ഥമുള്ള പദക്കൂട്ടം ഏത്? ഒരേ അർത്ഥമുള്ള പദക്കൂട്ടം ഏത്? ഓപ്ഷൻ എ വാരിതം, ജലജം, ഹിമം, ഓപ്ഷൻ ബി നദി, തടിനി, വാഹിനി, ഓപ്ഷൻ സി അങ്കണം, പയസ്, മലർവാടി, ഓപ്ഷൻ ഡി ഏണം, അമ്പ്, ചാപം. ഉത്തരം ഓപ്ഷൻ ബി നദി, തടിനി, വാഹിനി. 11ാമത്തെ ചോദ്യം. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം 2019 ലഭിച്ചതാർക്ക്?
സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം 2019 ലഭിച്ചതാർക്ക്? ഓപ്ഷൻ എ മലയത്തപ്പുണ്ണി, ഓപ്ഷൻ ബി അക്കിത്തം അച്യുത നമ്പൂതിരി, ഓപ്ഷൻ സി ആനന്ദ്, ഓപ്ഷൻ ഡി KV മോഹൻകുമാർ. ഉത്തരം ഓപ്ഷൻ സി ആനന്ദ്. ആനന്ദിൻ്റെ ശരിയായ പേര് സച്ചിദാനന്ദ് എന്നാണ്. 12ാമത്തെ ചോദ്യം. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് നോവലിലാണ്? അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് നോവലിലാണ്? ഓപ്ഷൻ എ ആരാച്ചാർ, ഓപ്ഷൻ ബി ആടുജീവിതം, ഓപ്ഷൻ സി ഖസാക്കിൻ്റെ ഇതിഹാസം, ഓപ്ഷൻ ഡി മതിലുകൾ. ഉത്തരം ഓപ്ഷൻ സി ഖസാക്കിൻ്റെ ഇതിഹാസം. 13ാമത്തെ ചോദ്യം. ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ ക പ്ലസ് റ് ക്ര, ഓപ്ഷൻ ബി ക പ്ലസ് ആ ക, ഓപ്ഷൻ സി ക പ്ലസ് ഉ കു, ഓപ്ഷൻ ഡി ക പ്ലസ് ഒ കോ. ഉത്തരം ഓപ്ഷൻ എ ക പ്ലസ് റ് ക്ര. 14. മണി ക ഡാഷ് എൻ, വിട്ടുപോയ അക്ഷരം എഴുതുക. ഓപ്ഷൻ എ ണ്ട, ഓപ്ഷൻ ബി ണ്ടം, ഓപ്ഷൻ സി ണ്ട, ഓപ്ഷൻ ഡി ണ്ട. ഉത്തരം ഓപ്ഷൻ ബി ണ്ട. 15ാമത്തെ ചോദ്യം. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം ഏത് ജില്ലയിലാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം ഏതു ജില്ലയിലാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി കോട്ടയം, ഓപ്ഷൻ ഡി തൃശ്ശൂർ. ഉത്തരം ഓപ്ഷൻ ഡി തൃശ്ശൂർ. ഇത് തന്നെയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം. അവിടെയാണ് കേരള സാഹിത്യ അക്കാദമി നിൽക്കുന്നത്.